13 വയസ്സാണ് പ്രായം. ഇതിനോടകം തന്നെ 24 ലോക റെക്കോർഡുകൾക്കുടമ. തിരുവനന്തപുരത്തു നിന്നും അധിക ദൂരമില്ലാത്ത കന്യാകുമാരിയിലെ കൊല്ലങ്കോട് ജനിച്ച JS കെനി ഒരു അത്ഭുത ബാലികയാണ്. റെക്കോർഡുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? பரதநாட்டியத்தில் 3 முறை உலக சாதனை, வெஸ்டர்ன் டான்ஸில் 4 முறை உலக சாதனை, கர்நாடிக் மியூசிக்கில் 1 முறை உலக சாதனை, ஓவியத்தில் 1 முறை உலக சாதனை, புல்லாங்குழல் தேடி வந்த நோய் போன்ற திரைப்படங்களிலும் உலக சாதனை, யோகாவில் சாதனை கிடைத்துள்ளது, சிலம்பத்தில் சாதனை கிடைத்துள்ளது. படம் என்ற திரைப்படம் 26/9/2025 அன்று வெளியானது. இந்த திரைப்படத்தில் நான் 85 வேடங்களில் நடித்தும் உலக சாதனை படைத்துள்ளேன். എത്രാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്? 3ാമത്തെ വയസ്സിൽ. അത് ഇതിന് ഡാൻസിന് ഇപ്പോഴായിട്ട് ഞാൻ ഈ ബുക്കിൽ പേര് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴായിട്ട് എൻ്റെ പേരും ഇവിടെ ഹീറോ സെക്ഷനിൽ ഈ ബുക്കിൽ എൻ്റെ പേര് പിടിച്ചിട്ടുണ്ട്. ഈ ബുക്കിൽ ഇപ്പോഴായിട്ട് ദേശീയ പെൺകുളന്തകൾ ദിന മാനില വിരുദ്ധക്ക് വേണ്ടി ഈ ബുക്കിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ ബുക്ക് റെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്നെക്കുറിച്ചുള്ള എല്ലാം ഞാൻ 3 വയസ്സിൽ തൊട്ട് ഇതുവരെ ചെയ്തിട്ടിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാ ഇതും ഈ ബുക്കിലുണ്ട്. ഇത് എൻ്റെ പടത്തിൻ്റെ റോൾ പ്ലേ 85 റോൾസിൽ ചെയ്തല്ലേ അതിൻ്റെ എല്ലാ പിക്ചേഴ്സും ഈ ബുക്കിലുണ്ട്. ഫസ്റ്റ് റോൾ തൊട്ട് 85 റോൾസ് വരെ. ഇവിടെ 93 ഇട്ടിരിക്കുന്നത്, പക്ഷേ 85 റോൾസ് വരെ ചെയ്ത് പിന്നെ ഇത് ബീറ്റ് ചെയ്ത് 93 റോൾസ് വരെ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോഴായിട്ട് കിട്ടി ഈ പടത്തിന് വേണ്ടി കിട്ടിയ സർട്ടിഫിക്കറ്റ്സ്. ഞാൻ പിന്നെ ടീച്ചറാവും പണിയായിട്ട് വരികയും അതിற்கு വേണ്ടി ഇന്റർനാഷണൽ ടീച്ചേഴ്സ് എക്സലൻസ് അവാർഡും കിട്ടിയിട്ടുണ്ട്. ആരാണ് ഇത്രയും അംഗീകാരങ്ങൾ നേടാൻ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നത്? പപ്പ എന്താ ചെയ്യുന്നത്? ഡാൻസ് മാസ്റ്റർ. പിന്നെ ഇപ്പോഴായിട്ട് ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസറായിട്ടും എല്ലാം. അമ്മ ഇപ്പം ടീച്ചറാ. എനിക്ക് സപ്പോർട്ടായിരിക്കും എല്ലാത്തിനും. വീട്ടില് സിബ്ലിങ്സ് വല്ലതും ഉണ്ടോ? തമ്പി, അനിയൻ. അനിയനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അനിയെ ഇപ്പോഴായിട്ട് ഞാൻ പടം എൻ്റെ തിരപ്പടത്തിൽ 85 വേഷങ്ങളുണ്ട്. ഇനി അവൻ അടുത്ത വർഷം 2026 പാടം 101 വേടങ്ങളിൽ ആ ഒരു ഫിലിമിൽ അവൻ നടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ആ പ്രോജക്റ്റ് നടന്നിട്ടിരിക്കും. ഏതൊക്കെ വേഷങ്ങളാണ് ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്? താത്ത, പാട്ടി, അണ്ണൻ, അക്ക, അമ്മ, അനിയെ എല്ലാം. അതിനുവേണ്ടിയാണ് മുടി മൊത്തത്തിൽ വലിച്ചിറക്കി. എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി? അങ്ങനെ എനിക്ക് സ്ട്രഗിൾ ആണെന്ന് തോന്നിയില്ല. പിന്നെ കുറച്ച് മേക്കപ്പ് ആവാൻ മറ്റും കുറച്ച് സ്ട്രഗിൾ ചെയ്ത്, അല്ലാതെ എനിക്ക് ഒരു സ്ട്രഗിൾ ഒന്നും തോന്നിയില്ല. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്? ഇതിനുവേണ്ടി ഓരോരോ സ്ഥലമാ പോകണം. പിന്നെ അവിടെ ഷൂട്ട് പിടിച്ചിട്ട് അടുത്ത മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ഇതിനു വേണ്ടി റെഡി. അത് അങ്ങനെ വേറെ ആരെങ്കിലും ബാക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാം എനിക്കൊരു സപ്പോർട്ടാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ലിറ്റിൽ ഫ്ലവർ സെൻട്രൽ സ്കൂൾ, പുഷ്പഗിരി സ്കൂളാണ്. സ്റ്റെനിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ പിതാവ് ജസ്റ്റിന്റെ പ്രയത്നങ്ങളുമുണ്ട്. ഇത്തരം വേൾഡ് റെക്കോർഡ് നേടിയ ഒരാളുടെ പിതാവ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? പറയാന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ മോളാണ്. ഞാൻ 5 വയസ്സ് തൊട്ട് ഈ കലാഫീൽഡിലിരിക്കുന്ന ആളാണ്. അങ്ങനെ ഞാനും പല റിയാലിറ്റി ഷോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് എൻ്റെ വേൾഡ് റെക്കോർഡ് ഹോൾഡറിൽ ഇത് 9ാമത്തെ കൊച്ചാണ്. ഇതിനു മുമ്പ് 8 പിള്ളേർ ലോക റെക്കോർഡ് നേടി പല ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം 90 പിള്ളേരുടെ മുകളിൽ ഞാൻ വേൾഡ് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ എൻ്റെ മോളായതുകൊണ്ട് അച്ചീവ്മെൻറ്റ് കുറച്ച് കൂടെ കൊടുത്തു വരുന്നുണ്ട്. ഇപ്പോൾ മൂവിയിൽ ഒരു സിംഗിൾ റോളായിട്ട് 85 വേഷം. ഇതുമ്പോൾ ഞാൻ നിർത്തിയില്ല, എൻ്റെ റോള് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഇതിൻ്റെ ബ്രേക്കിംഗ് ഈവൻ്റ് 101 വേഷത്തിൽ അടുത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോന് ഇവിടെ 12 വയസ്സ്, അത് 9 വയസ്സ്. ഇനി അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നും 3 വയസ്സിലേ അതിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഉള്ള ക്രിയേറ്ററാണ് ഞാൻ. ആക്ച്വലി ഞാൻ ഒരു ക്രിയേറ്ററാണ്. എനിക്ക് ഒരു അച്ചീവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കൊച്ചെ കിട്ടിയാൽ ഈ ഫീൽഡിൽ ഇങ്ങനെ കൊണ്ടുപോകണം, ആ ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വേറെ പബ്ലിസിറ്റി എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അതാണ് ഞാൻ മാക്സിമം പിള്ളേരെ തന്നെ വിടും, ഞാൻ മാറി നിൽക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. എങ്ങനെയാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്? അത് അങ്ങനെ ഒന്നുമല്ല. എനിക്ക് ഏത് കിട്ടിയായാലും ഏത് കൊച്ചായാലും എങ്ങനെ ഇരുന്നാലും അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന വെച്ചാൽ ഡെവലപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ടീച്ചിങ് ഒരു ഗുരു പോലെയാണ്. എന്ത് ഡിവിഷനിലായാലും ആർട്സ് ഫീൽഡിൽ ഇത് ഡാൻസ്, മ്യൂസിക്, പാട്ട്, ഈ കലാ ഫീൽഡ് ഏതായാലും ആക്ടിങ്, ഡ്രാമ ഏതായാലും ഒരു കൊച്ചിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തൊരു കഴിവില്ലെങ്കിൽ ഞാൻ കഴിവായിട്ട് ഉരുവാക്കിയെടുക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു സാറ്, ഒരു ടീച്ചർ, ഒരു ഗുരു, ആ ലെവലിലാണ് ഇന്ന് നടന്നത്. ഒരു 15 ഗുരുവായിട്ട് ഇറങ്ങി 30 വർഷമായി. എന്നാലും 15 വർഷം കൊണ്ടുള്ള ക്രിയേറ്റർ എല്ലാം മാക്സിമം എല്ലാം ലോക റെക്കോർഡ്. എത്ര ലോക റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഏത് പിള്ളേർ ചെയ്യാൻ പറ്റും. ഇതുവരെ എത്ര ലോക റെക്കോർഡ് ചെയ്തിട്ടുണ്ട്? 32, ഇത് 33ാം ലോക റെക്കോർഡാണ്.
ഇത് എനിക്ക് എൻ്റെ പേരിൽ 32 ഇരിക്കണേ ആൾറെഡി. ഇത് 33. ഇപ്പം 34ാമത് ഞാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പടത്തിൻ്റെ പേര് പാടം 101. ഒരു 9 വയസ്സ് പയ്യൻ 101 വേഷത്തിൽ അഭിനയിക്കുന്നത്. അത് 2026 റിലീസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം സെൻസാറിൽ പടത്തെ കൊടുത്തിട്ടുണ്ട്. 2026 റിലീസ്. കൊടുക്കാൻ നിന്നതിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അത് തന്നെ ഉള്ളൂ. നമ്മളിത് ഈ ഫീൽഡ് എന്ന് വെച്ചാൽ, ഈ ലോക റെക്കോർഡ് ഫീൽഡ് എന്ന് വെച്ചാൽ അതൊരു ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചാലേ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. സാധാ പ്രോഗ്രാം, സാധാ ഒരു 5 മിനിറ്റ് പ്രോഗ്രാം, 10 മിനിറ്റ് പ്രോഗ്രാം, അതൊന്നും നമുക്ക് അത്ര ഇതൊന്നല്ല. അതൊരു ഇതൊന്നും പറയാനില്ല. ഇതെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടേക്കേണ്ടി വരും. പക്ഷെ അത് എനിക്ക് ഒന്നുമില്ല. ഒന്നും കണക്കാക്കില്ല. അതൊക്കെ ഒരു ഇതുപോലെ വിചാരിക്കില്ലേ, നാട്ടിൽ ഒന്നില്ലെന്ന് പറഞ്ഞാൽ ആ ലെവലിലാണ് ഞാൻ പോണത്. ഒന്നുമില്ല, നാട്ടിൽ ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആ ലെവലിൽ തന്നെ പോണത്. ഈ ഫീൽഡിൽ ലോക റെക്കോർഡ് മേടിച്ചു കൊടുക്കുന്ന ഫീൽഡിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ മൊമെന്റും മെമ്മറബിൾ ചെയ്യേണ്ടത്. മെമ്മറബിൾ ആയിട്ടുള്ള എപ്പോഴും ഇപ്പം നിലവിൽ ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന് ഇത് എനിക്ക് 2014 ഭരതനാട്യം തന്നെ ആദ്യം. ഇത് അടുത്ത് വെസ്റ്റേൺ ഡാൻസ്, ഫോക്ക് ഡാൻസ്, തിരുവാതിര ഡാൻസ്, അടുത്ത് 2-3 മൂവീസ്, അടുത്ത് ഒരു 7 വയസ്സ് കൊച്ച് വെള്ളത്തിൽ 2 മണിക്കൂർ 7 മിനിറ്റ് വരെ മിതന്ന് അങ്ങനെ നിന്ന് ആ ഒരു സംഭവം ചെയ്തു കൊടുത്തു. അതല്ല എൻ്റെ കോച്ചിങ് തന്നെ, വേറെ ആരെ കോച്ചില്ല, ഞാൻ തന്നെ കോച്ച് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ എന്തിനായാലും അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും. ഏത് ലെവലിൽ അതെങ്ങനെ ചെയ്യണം, അത് ഏത് ലെവലിൽ കൊണ്ടുവരണം, എവിടെ എത്ര വച്ചിരിക്കണം, അത് എത്ര രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും, അത് തന്നെ. ഇപ്പോൾ റോള് 10 വേഷമാണ് നമുക്ക് തമിഴ്നാട്ടിൽ ഹൈലൈറ്റ് ആയിരുന്നത്, അത് 85 കൊണ്ട് വിട്ട്. അതേപോലെ പാട്ട് 16 വരിയായിരുന്നു മുച്ചുവിടാതെ പോയത്, അത് 18 ഇനി അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ 20 ആവും. അപ്പോൾ അത് തന്നെ. അതുപോലെ എന്ത് കിട്ടിയാലും ബ്രേക്കിംഗ് അത് തന്നെ എൻ്റെ ചിന്ത. അത് തന്നെ മൊത്തം ബ്രേക്കിംഗ്, പിള്ളേരെ വെച്ച് ബ്രേക്കിംഗ് ചെയ്യണം. അത് ഒരു അവയർനെസ് ആയിരിക്കണം, മക്കൾക്കൊരു അവയർനെസ് ആയിരിക്കണം. അത് തന്നെ എൻ്റെ ഒരു ഇത്. അല്ല ഇതെ കൊണ്ട് നേടാൻ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു അവയർനെസ്, നമ്മൾ ഇരിക്കുന്നുണ്ട്, പോകുന്ന മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ട് പോവുക. ശ്വാസം എടുക്കാതെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതൊന്ന് പാടാമോ? சிட்டுக்குருவி கூடை பார்த்தேன், கூட்டுக்குள்ளே கிளிகள் பார்த்தேன், சின்னஞ்சிறிய கூட்டுக்குள்ளே சின்ன சின்ன கிளிகள் பார்த்தேன், பேரை சொல்லி பாசம் காட்டும் அம்மா கிளியின் கொஞ்சல் கேட்டேன், கொஞ்சி பாடும் பாட்டை கேட்டேன், செல்ல கிளிகள் அம்மு கிளிகள் சிறகின் மீது ஆடிக்கிட் கொஞ்சி கொஞ்சி பாடிக்கிட்டே கூடை பாடும் பாட்டை கேட்டேன், பாட்டுக்குள்ளே பாசம் கண் பூவை போல விரியும் பாசம், நிலவை போல தெளியும் பாசம், பாசத்துக்குள் வாழ்க்கை கண்டேன், வாழ்க்கைக்காக ஆடும் மாட்டம், உலகம் முழுதும் പുകഴത്താനേ അപ്പാ മകളിൽ നാടും മാട്ടം. റെക്കോർഡ് നേടി ഇനിയും ഒരുപാട് വേൾഡ് റെക്കോർഡ് നേടാൻ സാധിക്കട്ടെ. താങ്ക് യു.